മെയ്ഡ് ഇൻ ജപ്പാൻ വളരെ കാലത്തിന് ശേഷമാണ് എൻ്റെ കിട്ടുന്നത്. QR70 എന്ന് പറയുമ്പോൾ 1500 രൂപയുടെ സാധനം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സബ്സ്ക്രൈബർ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുതന്ന ഒരു സോൾഡറിങ് ആൻഡ് അൺബോക്സിങ് ഒന്നും ഞാൻ അധികം ചാനലിൽ ചെയ്തില്ല. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഇതൊരു ഗിഫ്റ്റാണ്. അപ്പോൾ അദ്ദേഹം ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇവിടെ വരണ്ടായി, കാരണം ഒരു ആംപ്ലിഫയർ ചെയ്യാനുള്ള ഒരു ഓർഡർ അവിടെ ഇരിക്കുമ്പോൾ അവർ ചെയ്തിരുന്നു. അപ്പോൾ അത് കൊണ്ടുപോയപ്പോൾ ഞാൻ ആ കൊറിയർ സർവീസിന് വന്ന പ്രശ്നങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ എന്തോ കാരണം കൊണ്ടായിരിക്കാം അതിൻ്റെ പവർ ആംപ്ലിഫയറിൽ കുറച്ച് ഡ്രൈ കാരണം കുറച്ച് ബേൺ ഉണ്ടായി. അപ്പോൾ അത് സർവീസിന് കൊണ്ടുവന്നപ്പോൾ അവർ വന്നപ്പോൾ ഈ സാധനം കൊണ്ടുവന്നു. അപ്പോൾ അന്നേരം ആ സമയത്ത് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അത് അങ്ങനെ ഒരു ഭയങ്കര മഴയും ഭയങ്കര പ്രശ്നം ആകെ തിരക്കും ഒക്കെ പാടായിട്ട് അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഗൂട്ട് എന്ന കമ്പനിയുടെ ഒരു ജാപ്പനീസ് സോൾഡറിങ് എന്ന് പറയാം. ഇന്ത്യയിൽ മാത്രമല്ല ലോകം മൊത്തമുള്ള എല്ലാ സ്ഥലത്തും ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന ഒരു ബ്രാൻഡഡ് പ്രോഡക്റ്റാണ് ഗൂട്ട് എന്ന് പറയുന്ന കമ്പനി. ഈ ടൂൾസ് ഉൽപ്പന്നങ്ങൾ, അതായത് സോൾഡറിങ് ആൻഡ് സോൾഡറിങ് സ്റ്റേഷൻ, അങ്ങനെയുള്ള എല്ലാവിധ ഇലക്ട്രോണിക്സ് ആ ടൂൾസ് ഉപകരണങ്ങൾ, ഈ ഡീസോൾഡറിങ്, സോൾഡറിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നല്ലൊരു ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഗൂട്ടിൻ്റെ. അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത് അവർ വാങ്ങിയപ്പോൾ അവിടുന്ന് ഗൾഫിൽ നിന്ന് ഖത്തറിൽ നിന്നാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഖത്തർ റിയാൽ 70 എന്ന് നമുക്ക് ഈ ബോക്സിൻ്റെ മുകളിൽ കാണാം. അപ്പോൾ ഇവിടുത്തെ ഇന്ത്യൻ മണി നോക്കുകയാണെങ്കിൽ ഒരു 1500ഓളം അതിന് ഈ സാധനത്തിന് വിലയുണ്ട്. നമുക്ക് ഇവിടുത്തെ ആ നമ്മളെ സോൾഡറോണിൻ്റെ ടൈപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ ഒരു 10 വർഷത്തോളം 5 വർഷത്തോളം ഉണ്ടാവും ഞാനിത് ഉപയോഗിക്കുന്നു. നമ്മളെ ചാനൽ തുടങ്ങിയപ്പോൾ മുതൽ കാണുന്ന ഒരു സോൾഡറിങ്ങാണ് ഇത്. അപ്പോൾ ഇത് ഇനി ഉപയോഗിച്ച് നോക്കണം. അപ്പോൾ ഈ ഇങ്ങനെയുള്ള സോൾഡറിങ്ങിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനൊരു പ്രത്യേകത പറയുന്നത് ഇത് ഫാസ്റ്റ് ഹീറ്റിംഗ് ആണ്. പിന്നെ ഇതിൻ്റെ ബിറ്റ് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ റിവ്യൂ ലിസ്റ്റിൽ ഒക്കെ നോക്കിയപ്പോൾ കാണുന്നത്. അപ്പോൾ നമുക്കിത് അയച്ച് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കറ്റ്. പ്രൊഫഷണൽ ടൂൾസ് എന്ന് പറഞ്ഞിട്ട് ഗൂട്ട് എന്ന കമ്പനിയുടെ ആണ് ഈ സോൾഡറിങ്. പിന്നെ മറ്റൊരു സൗകര്യം, നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ആ മെയ്ഡ് ഇൻ ജപ്പാൻ വളരെ കാലത്തിന് ശേഷമാണ് എൻ്റെ കിട്ടുന്നത്. അപ്പോൾ ജാപ്പനീസ് ടൂളൊക്കെ ഉപയോഗിക്കാൻ പറഞ്ഞാൽ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഗൂട്ട് സോൾഡറിങ് ആൻഡ് KS30R എന്നുള്ളതാണ് ഇതിൻ്റെ മോഡൽ നമ്പർ. അപ്പോൾ അത് 30R എന്ന് പറയുമ്പോൾ 30 വാട്ട്സ് ആണ്. അപ്പോൾ QR70 എന്ന് പറയുമ്പോൾ ഞാൻ അതിൻ്റെ റേറ്റ് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ നല്ലൊരു വില ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സോൾഡറോൺ ഉപയോഗിക്കുമ്പോൾ അതിന് 200-300 രൂപയുടെ അടുത്താണ് വില. ഇപ്പോൾ 1500 രൂപയുടെ സാധനമാണ്. നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ പൊളിച്ച് നോക്കിയതുകൊണ്ട് സിമ്പിളായിട്ട് അയക്കാൻ പറ്റി. അപ്പോൾ ഇത്രേ സംഭവമുള്ളൂ. ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രോഡക്റ്റ് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കൈ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കൺവേർഷൻ പ്ലഗ് വെച്ചിട്ട് കണക്ട് ചെയ്താൽ ഓക്കെ, അല്ലെങ്കിൽ ഇതാണ്ട് മാറ്റി നമ്മളെ സാധാ പ്ലഗ് ഇട്ടാൽ മതി. അപ്പോൾ ഇത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതായതുകൊണ്ടാണ് ഈ ടൈപ്പ് പ്ലഗ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഹാൻഡിലിൻ്റെ ഇവിടെ തന്നെ കാണാം ഗൂട്ട് മെയ്ഡ് ഇൻ ജപ്പാൻ. അതേപോലെ തന്നെ അതിൻ്റെ ബ്രാൻഡ് ഒരു സ്റ്റിക്കർ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് 240 വോൾട്ട് AC 30 വാട്ട് KS30R. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ മോഡൽ, അതിൻ്റെ ഡീറ്റെയിൽസ് ഗൂട്ട്. പിന്നെ സാധാരണ ഒരു വാർണിംഗും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടിപ്പ് നോക്കിയാൽ നമുക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ ടിപ്പ്. അപ്പോൾ പോയിന്റ് ടിപ്പാണ്. നമുക്ക് ഇത്രയും സർഫേസ് മൊത്തം, ഈ ചുറ്റുപാട് മൊത്തം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ ടൈപ്പ് സോൾഡറിങ് ആകുമ്പോൾ. പിന്നെ ഇതിൻ്റെ മുകളിൽ ഇവിടെ ഈ ബേസിൻ്റെ ഇവിടെ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ബ്രാൻഡിങ്ങും കാര്യങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയത് കാണാം. നിക്രോം എന്നുള്ളൊരു തരം ഹീറ്റിംഗ് എലമെൻ്റ് ആണ് ഇതിൽ ഉപയോഗിച്ചതെന്നാണ് ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ. നമുക്കിത് മുമ്പ് കിട്ടിയില്ലല്ലോ, ഫസ്റ്റ് ടൈം കിട്ടിയപ്പോൾ ഞാൻ ഇതിൻ്റെ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് അറിയാൻ പറ്റിയത്. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാക്കിയിട്ട് നമ്മളെ മറ്റേ സോൾഡറിങ്ങാനും ഈ സോൾഡറിങ്ങാനും തമ്മിൽ എന്തെങ്കിലും സ്പീഡ് വ്യത്യാസം ഉണ്ടോ എന്നുള്ള ആ വാദിക്കുന്ന വാദം ശരിയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഹീറ്റിങ്ങിൻ്റെ സ്പീഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഈ 2 സാധനം ഒന്നിച്ച് ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരേ സമയം ഓണാക്കിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്പീഡാവണം ഏതാണെന്ന് അറിയാൻ പറ്റും. ഇനി നമുക്ക് ലെഡ് ഇങ്ങനെ വെച്ച് കൊടുത്ത് നോക്കാം. ഏകദേശം ഒരു ടൈം എത്തുമ്പോൾ ലെഡ് വെച്ച് കൊടുത്ത് നോക്കാം. അപ്പം നമ്മളെ പഴയ സോൾഡറിങ് സോൾഡറോൺ ടൈപ്പാണ്, അതിന് ഹീറ്റായി തുടങ്ങിയിട്ടില്ല. ഇത് ഹീറ്റ് ഈ സമയം കൊണ്ടൊന്നും ഹീറ്റായിട്ടില്ലേ, നോക്കാം. സോൾഡറോൺ ചൂടായിട്ടുണ്ട്. സോൾഡറോൺ 25 വാട്ട്സ് ചൂടായിട്ടുണ്ട്. നമ്മളെ ഗൂഡ്സിൻ്റെ 30 വാട്ട്സ് ഇപ്പം ചൂടായിട്ടില്ല. സോൾഡറോൺ ചൂടായി ആ പുക വരുന്ന നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പം ഇത് ഫസ്റ്റ് ടൈം ഹീറ്റിംഗ് ആയതുകൊണ്ട് അപ്പോൾ ഈ സമയം എടുത്തിട്ടാണ് ചൂടായത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇത് ചൂടാവാനുള്ള സമയം എടുക്കുകയല്ല വേണം, ഇത് ചൂടായാൽ ഒരുപാട് നേരം നിൽക്കുക എന്നുള്ളതായിരിക്കും സത്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഓരോ ബ്രാൻഡുകൾക്ക് അതിൻ്റെ പ്രത്യേകത ഉണ്ടല്ലോ. അപ്പോൾ നല്ല ഫ്ലോ ആയിട്ട് ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അപ്പോൾ ഫാസ്റ്റായിട്ട് ലോഡ് ഇത് ചൂടായത് നമ്മളെ സോൾഡറോൺ ആണ്. അത് കാരണം 25 ആയതുകൊണ്ടായിരിക്കാം എന്ന് വിശ്വസിക്കുന്നു. ഇത് 30 വാട്ട്സ് ആണ്. അത് ഇനി ബോർഡിൻ്റെ മുകളിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ ഏത് രീതിയിൽ നമുക്ക് എത്രത്തോളം സൗകര്യം കിട്ടുന്നുണ്ട് എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് ആദ്യം പ്രിൻറ്റഡ് PCBൻ്റെ മുകളിലും
കോൺ ബിസീവിന് മുകളിൽ ഇത് പിടിക്കുന്ന രീതിയും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നന്നാക്കി ലെഡ് പിടിച്ചിട്ട് നല്ല ഫ്ലോ ആയിട്ടുണ്ട്. ഇനി അത് ക്ലീൻ ചെയ്യാൻ നമുക്കറിയാലോ, ഞാൻ പണ്ട് വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ക്ലീൻ ആക്കി വെക്കുക, എന്നാലേ ആ ക്രോഷൻ വരുന്നത് കുറേ ഒഴിവായി കിട്ടും. അതായത് അവിടെ ഒരു അല്പം ലെഡ് ഇല്ലെങ്കിലും ഈ ബിറ്റ് കംപ്ലൈൻറ്റ് വരും. ഇത് നമുക്ക് ഈ ബോർഡിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് കോമൺ PCB ആണ്. നമുക്ക് ഇവിടെ ഈ ഏരിയയിൽ സോൾഡറിങ് ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിൻ്റെ ഫ്ലോ എങ്ങനെയുണ്ട് നോക്കുക. അപ്പോൾ കണ്ട നല്ല സൂപ്പറായിട്ടാ, നല്ല സൂപ്പറായിട്ട് പിടിക്കുന്നുണ്ട്, നല്ല സ്പീഡുണ്ട്. ഓക്കെ, കുറേ കാലം നമ്മൾ സാധാരണ തന്നെ ഉപയോഗിച്ചിട്ടേ ഇപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകത നമുക്ക് തോന്നും, സ്വാഭാവികമാണ്. എന്തായാലും നല്ല ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ എനിക്ക് ഇത് സോൾഡർ ചെയ്യുമ്പോൾ കിട്ടുന്നത്. നല്ലൊരു ഫാസ്റ്റ് ഉണ്ട്, നല്ലൊരു ഫ്ലോ ഉണ്ട്. അവിടെ പിടിക്കുന്നതിൻ്റെ ആ ഒരു സ്പീഡ് എനിക്ക് ഇതിന് മുമ്പുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്കറിയാം എങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നല്ല സൂപ്പറാണ്. മറ്റൊരു ബോർഡിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊരു ബേസ്റ്റബിൾ ബോർഡാണ്. വാ, ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞത് ശരിയായിരിക്കാം. ഇതിപ്പോൾ ഞാൻ ഓഫാക്കിയിട്ട് ഒരുപാട് സമയമായിട്ടും ഇപ്പോഴും ഇതിൽ ഒരുപാട് ഹീറ്റ് ഉണ്ട്, ഒരുപാട് സമയം ഹീറ്റ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതായിരിക്കും ഒരു കാരണം പറഞ്ഞത്. അതായത് ഹീറ്റ് കുറേ നേരം കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ആ ഹീറ്റ് നിൽക്കുന്നുണ്ടെങ്കിലും ഏത് തരത്തിലായാലും ആ ബിറ്റ് ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. മറ്റേത് നമുക്കൊരു 3 മാസം കുറഞ്ഞ പണിയെടുക്കുന്ന ആൾക്ക് കിട്ടുകയാണെങ്കിൽ ഇതിലിപ്പോൾ ഒരു 8-9 മാസം കിട്ടും. അപ്പോൾ അത് മതിയല്ലോ, അത്രയും പണി ലാഭമല്ലേ. കൊള്ളാം, എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് കൊണ്ടത് ഗിഫ്റ്റായിട്ട് തന്ന ഒരു സബ്സ്ക്രൈബറാണ്. അപ്പോൾ അവരോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇങ്ങനത്തെ ഒരുപാട് ഗിഫ്റ്റ് തന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഈ മൈക്ക് ആദ്യം ഒരു ഗിഫ്റ്റ് തന്നായിരുന്നു ഒരാൾ. നമ്മളിപ്പോൾ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ഫോണ് ഒരാൾ ഗിഫ്റ്റ് ചെയ്തതാണ്. അങ്ങനത്തെ ഓരോ കാര്യങ്ങളും ഗിഫ്റ്റാണ്, ഒരുപാട് കാര്യങ്ങൾ. പിന്നെയെന്ന് പറഞ്ഞാൽ കുറച്ച് ചില സ്പീക്കേഴ്സ് തരുന്നുണ്ട്, ട്വീറ്ററായിട്ട് തരും. പിന്നെ അങ്ങനത്തെ എന്തെങ്കിലും നല്ല വെറൈറ്റി സാധനങ്ങളൊക്കെ കണ്ടാൽ അങ്ങനെയുള്ള താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കും, വേണമെങ്കിൽ എടുത്തോളൂ പറയും. അപ്പോൾ അങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് വരും, നല്ല ചിലർ കൊണ്ടുതരും. അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു സന്തോഷമാണ് എന്തായാലും. അതിപ്പോൾ 1500 രൂപയുടെ ആയണമെന്ന് നമ്മൾ ആരും നാട്ടിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കില്ല. 200, 250, 300 അതിലപ്പുറം പോകാൻ ഒരു ചാൻസും ഇല്ല. അപ്പോൾ അതിങ്ങനെയൊക്കെ തരുന്നതുകൊണ്ട് ഇതിപ്പോൾ ഉപയോഗിക്കാനായി. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ലൊരു ആവശ്യം വരുമ്പോൾ നല്ലൊരു വർക്ക് എടുക്കാം, നല്ല ടൂൾസ് ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മളെ ബേസിക്കായിട്ട് ഒരു ഇലക്ട്രോണിക്സ് പഠിക്കുന്ന ഒരാളാണെങ്കിലും, നിങ്ങളിപ്പോൾ ഇലക്ട്രോണിക്സ് തുടങ്ങുന്ന ആളായാലും എങ്ങനെയായാലും നമുക്ക് ആദ്യം വേണ്ട സംഭവമാണ് ഇതിൻ്റെ ബേസിക് ടൂൾസ്. ഇലക്ട്രോണിക്സ് ബേസിക് അറിയണമെങ്കിൽ ആ ബേസിക് ആയിട്ടുള്ള ടൂൾസ് ഇതാണ്. ഒന്ന് സോൾഡറിങ് ആൻഡ് മൾട്ടിമീറ്റർ, അത്യാവശ്യം വേണ്ട സ്ക്രൂ ഡ്രൈവേഴ്സ്, കുറച്ച് ലെഡ് പേസ്റ്റ്, അങ്ങനെയുള്ള കുറച്ച് ബേസിക് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രോണിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇലക്ട്രോണിക്സ് ചെയ്യാനുള്ള ബേസിക് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാന ടൂളുകളിലൊന്നാണ് നമുക്ക് സോൾഡറിങ്. അപ്പോൾ എന്തായാലും അടിപൊളി സാധനം. അപ്പോൾ ഇതിൻ്റെ മോഡൽ എന്ന് പറയുന്നത് KS30R എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ KX30R എന്ന് 20R എന്നുള്ളതൊക്കെ ആ മോഡലായ 20 വാട്ട്സ് 30 വാട്ട്സ് അങ്ങനെയുള്ള മോഡൽസ് 40R ഒക്കെ കണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ ആമസോണിൽ വാങ്ങിട്ടും നല്ല ടൈപ്പ് സാധനം. അപ്പോൾ ഈ ടൈപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, താല്പര്യമുള്ളവർക്ക് വാങ്ങാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.